കാലം ഇത്ര കഴിഞ്ഞിട്ടും കോടിയേരിയുടെ കുടുംബത്തോടുള്ള പക ഇപ്പോഴും പിണറായി വിജയനും ഗോവിന്ദ മാഷിനും തീർന്നിട്ടില്ല. ബിനീഷ് കോടിയേരി 4ാം തവണ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി മെമ്പർഷിപ്പ് അവർ റിന്യൂ ചെയ്യുന്നില്ല, തിരിച്ച് പുനഃസ്ഥാപിക്കുന്നില്ല. ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തുക പാർട്ടിക്ക് വേണ്ടി. എനിക്ക് തോന്നുന്നു ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, തിരികെ എടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അതെ. പക്ഷേ ഒരു കുഴപ്പം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ഭരണപരാജയം ഉണ്ടായല്ലോ, അതായത് വോട്ടെണ്ണി ഇവർ അടപടലം താഴെ പോയ സമയത്ത് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ്റെ പടം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതെ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടെ ഗോവിന്ദന് ഭയങ്കര കലിപ്പായി. ഇങ്ങനെ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോടിയേരിയുടെ പടം. സത്യത്തിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയെ ഇല്ലാതാക്കിയത് ഈ പിണറായി ഗോവിന്ദൻ അച്ചുതണ്ടാണ്. കാരണം ഇവരുടെ കൊള്ളരുതാഴികൾക്കും ക്രമക്കേടിനും അതുപോലെ പിണറായിയുടെ ഭരണമോഹത്തിനും അധികാരമോഹത്തിനും കോടിയേരി ബാലകൃഷ്ണൻ വിലങ്ങുതടിയാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒതുക്കിയതാണ് ബിനീഷിനെ ഉപയോഗിച്ച്. അതെ, ഈ ബിനീഷ് 2020 തൊട്ട് 24 വരെ എന്തോ മെമ്പർഷിപ്പ് ഉണ്ട്, 21 വരെ മെമ്പർഷിപ്പ് ഉണ്ടായി. അല്ല, 2020 വരെയായിരുന്നു. ഈ മെമ്പർഷിപ്പ് ഉള്ള സമയത്താണ് ഇയാള് മയക്കുമരുന്ന് കേസിൽ കഞ്ചാവ് കേസിൽ ബാംഗ്ലൂരിലെ ജയിലിലാവുന്നത്. അതുപോലും ഇവിടെ നിന്നുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ. കോടതി വെറുതെ വിട്ടല്ലോ. കോടതി അതേ 1 കൊല്ലത്തിന് ശേഷമാണ് വെറുതെ. അതെ, അത് ബിനീഷ് കോടിയേരി ഒരു കൊല്ലം അയാൾ ജയിലിൽ കിടക്കാൻ തക്കതായിട്ടുള്ള കുറ്റങ്ങളൊന്നും അയാൾ ചെയ്തിരുന്നില്ല. പക്ഷെ അയാൾ മറ്റു കാര്യങ്ങളിൽ മറ്റ് സംഭവങ്ങളിൽ അയാൾ നിരപരാധിയായിട്ട് ഉണ്ടാവില്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ശിക്ഷയെന്ന് കരുതിയാൽ മതി. 1 വർഷം അയാൾ ജയിലിൽ കിടന്നു. ഈ ജയിലിൽ കിടത്തിയതിന് പിന്നിൽ ഇതിലെ ഗ്രൂപ്പിസം ഉണ്ട് എന്ന് അന്നൊരു സംസാരമുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ്. മാത്രമല്ല, ഇപ്പം ടി കെ ഗോവിന്ദൻ ജയിച്ചതിന് ശേഷം അദ്ദേഹവും ഭാര്യയും കൂടെ കോടിയേരിയുടെ വീട്ടിൽ പോയി. അതെ, വീട്ടിൽ പോയി കോടിയേരിയുടെ ഭാര്യയും ബിനീഷ് ഉണ്ടായിരുന്നു. അവിടെ അവരെല്ലാവരും സ്വീകരിച്ചു. അത് അവിടെ ചെന്നതും ഇവർക്ക് കലിപ്പായി. അതുകൊണ്ട് ഇയാളെ എടുക്കാതിരിക്കാനുള്ള കാരണം ഇപ്പൊ ബിനീഷിന് 2020 ഈ ബാംഗ്ലൂരിൽ കഞ്ചാവ്, അന്ന് BJP അവിടെ വരികയും. അതെ, ഈ BJP CPM പിണറായി വിജയൻ ഒരു അന്തർധാര അന്നുമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അന്ന് ആ സ്വർണ്ണക്കടത്ത് കേസ് വന്നിട്ട് അതെല്ലാം വളരെ സേഫായിട്ട് ഊരി കൊടുത്തില്ലേ? അതെ, ആ സ്വർണ്ണക്കടത്ത് കേസ് സേഫായി ഊരി കൊടുക്കാൻ പാലമായിട്ട് പ്രവർത്തിച്ച ഒരാൾ ADGP M. അജിത് കുമാർ എന്നൊരു ആരോപണം നിലവിൽ. അതെ, അതെല്ലാം ചെയ്തു കൊടുത്ത ആ സമയത്താണ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹം ജയിലിൽ കോടിയേരിയുടെ മകൻ. അതിനെ തുടർന്ന് കോടിയേരിക്ക് സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു. രോഗബാധിതനായി. അതെ, കാരണം 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി മത്സരിക്കുകയും പിണറായി വിജയൻ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമായിരുന്നു. കാരണം ഒരു ടൈം കോടിയേരി രോഗബാധിതനാണ്, ഒരു ടൈം അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ഒരു നിർദ്ദേശം വരുമെന്ന് പിണറായി ഭയന്നു. അതിനെ തുടർന്നാണ് ഈ ബിനീഷ് കോടിയേരിയെ കേസിൽ കുടുക്കിയതെന്നാണ്. അല്ല, മാത്രമല്ല, കോടിയേരി അന്തരിച്ച സമയത്ത് എന്താണ് അവർ ചെയ്തത്? തിരുവനന്തപുരത്ത് ആ പാർട്ടി ആസ്ഥാനത്ത് AK സെൻറ്ററിലും മൃതദേഹം കൊണ്ട് പൊതുദർശനത്തിന് വയ്ക്കേണ്ടത്, അത് ചെയ്തില്ലല്ലോ. കാരണം എന്താണ്? കൊച്ചുമോനെയും കൊണ്ട് മുഖ്യമന്ത്രിക്ക് നോർവേയിൽ എവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഈ മകൻ കേസിൽ കുടുങ്ങിയ വിഷമത്തിലാണ് കോടിയേരി നേരത്തെ മരിച്ചുപോയത്. അദ്ദേഹം അസുഖബാധനാണെങ്കിൽ പോലും അദ്ദേഹം അത്യാവശ്യം സർവൈവ് ചെയ്ത് നിന്ന ഒരാളാണ്. അദ്ദേഹം മാനസികമായി തളർന്ന് അയാളെ കുടുക്കി അങ്ങേരെ ഇല്ലായ്മ ചെയ്ത്, മകനെ ഇല്ലായ്മ ചെയ്ത്, എന്തായാലും അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. എന്നാൽ തിരിച്ച് വെളിയിലിറങ്ങിയ ബിനീഷ് എനിക്ക് തോന്നുന്നു ഒരു ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്, ഇല്ലേ? അതായത് ഞാൻ പാർട്ടിക്കൊപ്പമാണെന്നൊരു സൂചന കൊടുക്കുകയും അതേസമയം ട്രോള് ചെയ്ത് പല ബിനീഷിൻ്റെ പല പോസ്റ്റുകളും പലർക്കും ഇട്ടുള്ള ട്രോളായിട്ട് വരുന്നുണ്ട്. അങ്ങനെയും വരുന്നുണ്ട്. അല്ല, അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കോടിയേരി ബാലകൃഷ്ണനെ പോലെ വളരെ ഒരു ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം. ഈ ഗോവിന്ദ മാഷിനെയും പിണറായിയൊന്നും പോലെയല്ല, എല്ലാവരോടും മര്യാദയ്ക്ക് സംസാരിക്കും, വളരെ നന്നായി ഇടപഴകുന്ന വളരെ സൗമ്യനായ ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി ഈ പിണറായിയും സംഘവും ചേർന്ന് നിന്ന് ഓരോന്നും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിരസിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നി, അവർ നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥ തോന്നി. കാരണം അദ്ദേഹം സൗമ്യനായതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കടുംവെട്ടുകാരനായിരുന്നെങ്കിൽ അദ്ദേഹം തിരിച്ച് പിണറായിയെ വെറുതെ വിടില്ലായിരുന്നു. പക്ഷേ പിണറായി എല്ലാ കാര്യത്തിനും അദ്ദേഹത്തെ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം VSന് ശേഷം ചടയം ഗോവിന്ദൻ ശക്തനായ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. പിന്നെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് ഈ സംസ്ഥാന സെക്രട്ടറി പദവി എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യം ആരംഭിച്ചത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി കാലത്ത് തന്നെയാണ്. ചടയം ഗോവിന്ദൻ്റെ മക്കളൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവർക്ക് വെറും സാധാരണക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം.
VS അതിശക്തനായ പാർട്ടി സെക്രട്ടറി നായനാർ അങ്ങനെ വന്ന് ചടയം ഗോവിന്ദൻ വരുമ്പോൾ അത് തീർന്നു, അവിടെ നിന്നു. പിന്നെയാണ് പിണറായി യുഗം ആരംഭിക്കുന്നത്. അതിനുശേഷം പിണറായിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിണറായി ഒതുക്കേണ്ടവരെ ഒതുക്കി. വി എസ് പിണറായി നേരത്തെ ഒറ്റ കൈയായിരുന്നു. അടിച്ചു വീഴ്ത്തിക്കൊണ്ടാണ് പിണറായി കയറി മന്ത്രിയായിരുന്ന പിണറായി വിജയനെ VS ആണ് പാർട്ടി സെക്രട്ടറി ആക്കിയിട്ട് അതിനുശേഷം സംഭവിച്ച നമുക്കറിയാം. VS അധികാരത്തിൽ വന്നപ്പോൾ പിണറായി ചെയ്ത പരിപാടി അറിയത്തില്ല. VS മുഖ്യമന്ത്രിയാക്കി അവിടോട്ട് ഇരുത്തിയിട്ട് കർശനമായ നിയന്ത്രണം അദ്ദേഹത്തിനെതിരെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് സംഭവിച്ചില്ല. ആഭ്യന്തര വകുപ്പ് വിജിലൻസും കോടിയേരിക്ക് കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് മാറ്റി അത് കോടിയേരിയുടെ കയ്യിലോട്ട് കൊടുത്തുകൊണ്ട് നല്ല ശക്ത. പിന്നീട് തനിക്ക് കോടിയേരി ഒരു ഭീഷണിയാകും, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കോടിയേരിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്താഗതിയും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന്. അതിനെ തുടർന്നാണ് ഈ വിനീഷിൻ്റെ കേസ് വരുന്നതും. എന്താണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. പക്ഷേ ബിനീഷിനെ കോടതി വെറുതെ വിട്ടു. ബിനീഷിനെതിരെ തെളിവില്ല. പക്ഷേ 1 വർഷം കിടക്കേണ്ടി വന്നു. 1 വർഷം തെളിവില്ലാത്ത ഒരു മനുഷ്യനെ അകത്ത് കിടക്കേണ്ടി വന്നു. ഈ അകത്ത് ഇറങ്ങി വന്ന നാൾ മുതൽ ഇയാൾ പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി സൈബർ പോരാളിയായിട്ട് ഇയാൾ നിൽക്കുന്നുണ്ട്. സൈബർ പോരാളി എന്ന് പറഞ്ഞാൽ ബാക്കി എതിർ പാർട്ടിക്കാരുടെ തെറിവളി മേടിച്ച് ഊപ്പാട് വന്ന് കിടക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ സൈബർ പോരാട്ടം അത്രയൊക്കെയാണ്. അപ്പോൾ ഇപ്പം എന്താണ്, ഈ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി സഹിതം ശുപാർശ ചെയ്തു. ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ജില്ലാ അവലോകന യോഗത്തിൽ ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല, തിരികെ കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു. അതിനൊന്നും തന്നെ ഈ പാർട്ടി സെക്രട്ടറിക്ക് ഉത്തരവില്ലായിരുന്നു. അല്ല, പുള്ളി അതിനെന്തോ മറുപടി പറഞ്ഞു. പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മറുപടിയാണ്. അല്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളൊന്ന് നിരീക്ഷിക്കട്ടെ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തോറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടു, കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പടം, ഇങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അത് നേരെ ചെന്ന് ചങ്കത്തിൽ നിന്ന് തറയ്ക്കുന്നത് നമ്മുടെ സാക്ഷാൽ ഗോവിന്ദൻ മാസ്റ്റർ, അപ്പം ഗോവിന്ദൻ എന്ന് വിളിക്കുന്ന MP ഗോവിന്ദൻ്റെ അവിടേക്കാണ് ചെന്ന് തറയ്ക്കുന്നത്. അതിനുശേഷമാണ് ഇവരുടെ എല്ലാം നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. എന്താണ്, നേരെ ഇതിലേക്ക് പിന്നെ MP ഗോവിന്ദൻ TK ഗോവിന്ദൻ ഇവരെ വീട്ടിൽ വരും. മാത്രമല്ല കോടിയേരിയുടെ സഹധർമ്മിണി അവർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ആർക്കും വരാം, ഇവിടെ തടസ്സമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. അല്ല, രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. അവര് പറഞ്ഞു, ഞാൻ ഇവരെ ആരും ചെലവല്ല നടക്കുന്നത്, എനിക്കൊരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ലെന്നോ. അത് ആ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതിന് പിന്നാലെ ഈ കോടിയേരിയുടെ കുടുംബത്തിന് നേരെ ഇവർ സൈബർ അറ്റാക്ക് അഴിച്ചുവിട്ടു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള, അതായത് എല്ലാവരും സ്നേഹിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുടുംബത്തിനെതിരെ ഇവർ സൈബർ അറ്റാക്ക് നടത്തി. അപ്പോൾ എന്തായി, എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇപ്പം നമുക്ക് മനസ്സിലായി, ബിനീഷ് കോടിയേരിയെ ഇവർ ഈ MP ഗോവിന്ദനും പിണറായി വിജയനും ഉള്ളിടത്തോളം കാലം, അവർ പാർട്ടിയുടെ അധികാര കേന്ദ്രം കഴിക്കുന്ന കാലം ബിനീഷ് കോടിയേരിയെ അവർ ഒരിക്കലും പാർട്ടിയിൽ എടുക്കാൻ പോകുന്നില്ല. ഇത് രൂക്ഷമായ ഒരു വിമർശനത്തെ കാരണം. ഇപ്പം തിരുവനന്തപുരത്തു നിന്ന് വരാൻ കാരണം അദ്ദേഹം ഇവിടുത്തെ പാർട്ടി മെമ്പറായിരുന്നു, തിരുവനന്തപുരത്താണ് താമസം. അങ്ങനെ ആ ഒരു ഇതിലാണ് വന്നത്. പിന്നെ നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും സമരങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ്. ബിനീഷിന് നല്ല പ്രവർത്തന പാരമ്പര്യമുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ആഭ്യന്തര കാര്യം എന്ന് പറയാമെങ്കിൽ പോലും ഇതിനകത്ത് ശരിക്കും കോടിയേരി ബാലകൃഷ്ണൻ ശത്രുവായിട്ട് കണ്ട് അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തോടുള്ള പക തീരാത്ത പോലെയാണ് ഇവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പിണറായി വിജയനും MP ഗോവിന്ദനും എത്ര നാൾ ഈ പാർട്ടിയുടെ തലപ്പത്തുണ്ടാവും, അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായി ഉണ്ടാവും എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് രൂക്ഷമായ ഒരു വിമർശനത്തിലേക്ക് കോൺഗ്രസ്സുകാർ പ്രാർത്ഥിക്കേണ്ടത് ഇവർ രണ്ടുപേരും തലപ്പത്ത് തന്നെ വേണമെന്നാണ്. എന്നാൽ മാത്രമേ അവർക്ക് അടുത്ത ഇലക്ഷൻ തിരിച്ചു വരാൻ പറ്റൂ. ഇവർ രണ്ടുപേരും ഇമാതിരി പരിപാടികൾ, പിന്നെ പിണറായിക്ക് അധികാരം കാണിക്കാൻ, മുഷ്ക കാണിക്കാൻ പറ്റില്ല, അധികാരമില്ല. പിന്നെ ഗോവിന്ദൻ്റെ തമാശകൾ നമുക്ക് ആസ്വദിക്കാം, ചാംചാ ചൂംചാ എന്നുള്ള രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് സന്തോഷകരം. EMSനെ പോലെയുള്ള സൈദ്ധാന്തിക ആചാര്യന്മാരുണ്ടായിരുന്നൊരു പാർട്ടിയിലാണ് ഇമാതിരി ചാംചാ ചൂംചാ സൈദ്ധാന്തിക വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി ഈ വിനീഷ് കോടിയേരിക്ക് ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത നിൽക്കുന്നിടത്തോളം ഇനി അയാൾ തിരിഞ്ഞു കൂടാഴുകയില്ല. ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ട് കൂടായുകയും ഇല്ല. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ വലിയ വെടിക്കെട്ടുകൾ പിന്നാലെ വരുന്നുള്ളൂ. ഇതിപ്പോൾ ചെറിയ ചെറിയ പടക്കങ്ങളാണ്, വലിയ വെടിക്കെട്ടുകൾ പിന്നാലെ വരും. ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ MP ഗോവിന്ദനും പിണറായി വിജയനും നിസ്സാരമായി നിൽക്കേണ്ടി വരും.